ജെ.ആർ. പത്മകുമാർ, ഏപ്രിൽ 30-ന് വിധിക്ക് മാറ്റിവെച്ച കേസിന് മെയ് 15-ന് വിധിന്യായം പുറപ്പെടുവിക്കുമ്പോൾ സുപ്രീം കോടതി തങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ്, ചില സൂചനകൾ നൽകുകയാണ്. പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അവസാന ഘട്ടമെത്തുമ്പോൾ. അല്ല, അത് എന്ത് അസംബന്ധമാണ് നമ്മുടെ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ മോഹൻ വർഗീസ് ഒക്കെ പറയുന്നത്. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ 2 ബെഞ്ച് നമ്മുടെ ജസ്റ്റിസ് ഗവായിയുടെയും അതുപോലെ ചീഫ് ജസ്റ്റിസിന്റെയും 2 ബെഞ്ച് BJP പരാജയപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ നമ്മുടെ ജുഡീഷ്യറിയെ കാണാൻ കഴിയുമോ? ഓരോ ജുഡീഷ്യറിയുടെ മുന്നിൽ വരുന്നതനുസരിച്ച് ആ കേസിന്റെ മെരിറ്റ് അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ടെക്നിക്കൽ ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല കുറെ ഡോക്യുമെന്റ്സ്, അതൊരു ഗ്രൗണ്ടാണ്. അതുപോലെ എത്രയോ കേസുകളിൽ ഇപ്പോൾ നമ്മുടെ നർക്കോട്ടിക് കേസുകളിൽ ഒപ്പിടാൻ മകസർ സീസ് ചെയ്യുമ്പോൾ ഒപ്പിടാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഒരു വിറ്റ്നസ് ഒപ്പിട്ടില്ല, അത് കേസ് അതേ തള്ളിക്കളയുന്നുണ്ട്, സീസർ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിനെയൊക്കെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി കോടതി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയരുത്. ഇപ്പോ കെജ്രിവാളിന്റെ കേസിൽ അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയല്ലേ, എത്രയോ കാലമായി കിടക്കുന്നു. ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞത് എന്താ, കൗണ്ടിങ് കഴിഞ്ഞതിന്റെ അന്ന് തന്നെ തിരിച്ച് കോടതി ജയിലിൽ ചെന്ന് സറണ്ടർ ചെയ്തോളണം എന്നല്ലേ പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ മെരിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്ത നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കോടതിക്ക് ഇടപെടാൻ കഴിയുമല്ലോ. ഇന്ത്യയിൽ അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു ആന്റി BJP പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളാണ് ഇന്ന് നടത്തുന്നത്. അതിന് ഒരു ഭാഗം മാധ്യമ പ്രവർത്തകരെ അവരെ ഒരു ഈ മാധ്യമ ഫോറത്തിനെ, മീഡിയ ഫോറത്തിനെ ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അല്ല, മാധ്യമപ്രവർത്തകർ തെറ്റ് ചെയ്താലും നടപടി സ്വീകരിക്കും. ബാക്കി രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്താലും അതിന് മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും നടപടികൾ സ്വീകരിക്കും. അതിന് നിയമപരമായി ഏതെങ്കിലും ഒരു ഗവൺമെന്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടാൻ കഴിയും. ഈ പറഞ്ഞിട്ടുള്ള ന്യൂസ് ക്ലിക്കിന്റെ എതിരായിട്ട് വന്ന കേസുകളൊന്നും ഇന്നലെ ഇലക്ഷനെ കണ്ടുകൊണ്ട് ചെയ്തതല്ല. 2018 ED ഈ ന്യൂസ് ക്ലിക്കിന് കാശ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് 2018 മുതലേ അതിന്റെ പിന്നിലുണ്ട്. അതനുസരിച്ച് പോകുന്നുണ്ട്, ഓരോരുത്തരായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ഈ അമേരിക്കയിലെ ബില്യനർ, അയ്യോ വളരെ ശിവദാസൻ പറഞ്ഞ കേട്ടാൽ വളരെ സ്വാധീനനായ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന അദ്ദേഹം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർക്ക്ഷോപ്പിൽ 2023 ജൂലൈയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ വർക്ക്ഷോപ്പിന്റെ ഉദ്ദേശം തന്നെ ചൈനീസ് പ്രൊപ്പഗണ്ട ഇന്റർനാഷണൽ തലത്തിൽ വരുത്തുക, അതിന് പ്രചരണം കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അതിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹമാണ്. ഇവിടെ പൈസ ഇങ്ങോട്ട് ന്യൂസ് ക്ലിക്കിന് അയച്ചിരിക്കുന്നത്. ന്യൂസ് ക്ലിക്ക് റെഡി ചെയ്തപ്പോൾ തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകാശ് കാരാട്ടും CPM-ഉമായിട്ടുള്ള ഇമെയിൽ അയച്ച കാര്യങ്ങളൊക്കെ ഇഡിയുടെ കയ്യിലുണ്ട്. ഇതെല്ലാം എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട് BJPയെ ജയിക്കാൻ വേണ്ടി ചെയ്തതാണ്, അതിനുവേണ്ടി ജുഡീഷ്യറി കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുത്തതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ജയിലിൽ പിടിച്ചിട്ട് വേണ്ടാണ് ഞങ്ങൾ വിജയം നേടിയെന്ന് പറയില്ലല്ലോ. അദ്ദേഹം ഇറങ്ങി പ്രചരിപ്പിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് BJP ജയിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു ആരോപണം ഉണ്ടാവില്ലല്ലോ. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്തോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി സാധാരണ ജനങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനും അവർക്ക് ചികിത്സാ സഹായം കൊടുക്കാനും അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനും അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന് അനുസൃതമായി ജനങ്ങൾ വോട്ട് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ലേശം ഭയമില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യ വിരുദ്ധ മറ്റാരെയും കയ്യിൽ നിന്ന് നക്കാപ്പിച്ച കാശ് വാങ്ങിക്കൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തി ഇന്ത്യയെ ശിഥിലമാക്കാൻ, നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് കൈ കെട്ടി നോക്കിയിരിക്കുകയില്ല. അത് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉറച്ച നിലപാട്. Debate with MV Nikesh Kumar.